പാർലമെന്റ് ശൈത്യകാല സമ്മേളനം അല്ലേ, അത് കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. ഇന്നലെ സംയുക്ത സമ്മേളനമായിരുന്നു, പ്രത്യേക ദിവസം ആയതുകൊണ്ട് തന്നെ. ഇനി പാർലമെന്റിന്റെ യഥാർത്ഥ ഈ സമ്മേളനത്തിന്റെ രണ്ടാം ദിനം എന്ന് പറയാവുന്നത് ഇന്നാണ്. പാർലമെന്റിലെ സഭാ നടപടികളെല്ലാം പ്രക്ഷുബ്ധമായേക്കും ഇന്നും എന്നാണ് അറിയുന്നത്. അദാനി വിഷയം, മണിപ്പൂർ സംഘർഷം, ഇതൊക്കെ ഉയർത്തിക്കൊണ്ട് സഭ തടസ്സപ്പെടുത്താൻ പ്രതിപക്ഷത്തിന്റെ നീക്കം ഇന്നും ഉണ്ടാകും എന്നാണ് അറിയുന്നത്. ഏതായാലും ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു. ഗൗതം, നമുക്കറിയാം 16 പ്രധാനപ്പെട്ട ബില്ലുകൾ, അത് വഖഫ് ഭേദഗതി ബില്ല് അടക്കമുണ്ട്. അതായത് രാജ്യമെമ്പാടുമുള്ള പാവങ്ങളുടെ കിടപ്പാടം നഷ്ടപ്പെടാനുള്ള ആശങ്കയിൽ അവർ കഴിയുന്ന സാഹചര്യത്തിൽ വഖഫ് ഭേദഗതി ബില്ലാണ് പൂർണ്ണമായും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അതടക്കമുള്ള പ്രധാനപ്പെട്ട ബില്ലുകൾ വരേണ്ട സമയത്താണ് വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സഭ തടസ്സപ്പെടുത്തുക, നിരന്തരമായി സഭ പൂർണ്ണമായും സമ്മേളിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് വരിക തുടങ്ങിയ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇത് നേരത്തെ തന്നെ പ്രധാനമന്ത്രി പ്രതിപക്ഷത്തോടായി ആവശ്യപ്പെട്ടതുമാണ്. കാര്യക്ഷമമായ ചർച്ചകൾ നടക്കണം, ഗൗരവപൂർണ്ണമായ ചർച്ചകൾ നടക്കണം എന്നുള്ളത്. പക്ഷേ എന്താണ് അവരുടെ നിലപാട്? ഇന്നും ആ രീതിയിൽ തന്നെ ആയിരിക്കുമോ അവരുടെ നീക്കം? വീണ, ഇന്നിപ്പോൾ ശൈത്യകാല സമ്മേളനത്തിന്റെ രണ്ടാം ദിവസമാണ്. ഇന്നും സഭാ നടപടികൾ സ്തംഭിപ്പിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ചില വിഷയങ്ങൾ, അദാനി വിഷയം, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശിലെ സാംബാലിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷം, മണിപ്പൂരിൽ കഴിഞ്ഞ ആഴ്ച നടന്ന സംഘർഷം, ഈ വിഷയങ്ങളെല്ലാം ഉയർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധം നടത്താനാണ് ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ശൈത്യകാല സമ്മേളനം നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ വളരെ സുപ്രധാനമാണ്. നിർണായകമായ പല ബില്ലുകൾ, ഒന്ന് വഖഫ് ഭേദഗതി ബില്ലുണ്ട്, അതോടൊപ്പം തന്നെ റെയിൽവേ നിയമങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില അമെൻമെൻറ്റ് വരുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഗോവ നിയമസഭയിൽ പിന്നോക്ക വിഭാഗത്തിന് ഒരു സീറ്റ്, സംവരണ സീറ്റ് അനുവദിക്കണമെന്നത് സംബന്ധിച്ചുള്ള ബില്ലുകൾ, അങ്ങനെ വളരെ പ്രാധാന്യമുള്ള ഏതാണ്ട് 16 ബില്ലുകൾ ലിസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിനാൽ രാജ്യത്തിൻ്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്ത് നടക്കേണ്ട വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ധാരാളം ചർച്ചകൾ നടക്കേണ്ട ഒരു സമ്മേളനമാണ് ശൈത്യകാല സമ്മേളനം. ആ സമ്മേളനം പക്ഷേ ബഹളത്തിൽ മുക്കാനുള്ള ഒരു നീക്കം പ്രതിപക്ഷം കൃത്യമായി തന്നെ നടത്തുന്നു എന്നുള്ളതാണ്. അതിനാൽ ഇന്നും അദാനി വിഷയവും അതോടൊപ്പം തന്നെ മണിപ്പൂർ സാംബാൽ സംഘർഷവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും ബഹളം വയ്ക്കാൻ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. കേരളത്തിൽ നിന്നുള്ള എംപിമാർ ഇന്നും ഒരുപക്ഷെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഫണ്ട് നൽകുന്നില്ല എന്ന ആരോപണം ഉയർത്തിക്കൊണ്ടുള്ള അടിയന്തര പ്രമേയ നോട്ടീസുകൾ നൽകും എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ഇതിനകം തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിരുന്നു. കാരണം കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുൻപാണ് ആ ദുരന്തം സംഭവിച്ചതെങ്കിൽ അതിൻ്റെ കൃത്യമായ ഒരു കണക്ക് നൽകാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. ഈ നവംബർ മാസം 13-ാം തീയതി മാത്രമാണ് വയനാട് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടുള്ള ഒരു കണക്ക് കേന്ദ്ര സർക്കാരിന് മുമ്പാകെ സംസ്ഥാനം നൽകുന്നത്. അപ്പോൾ BJP ചോദിക്കുന്നത് ഇത്രത്തോളം കാലതാമസം എന്തുകൊണ്ട് ഉണ്ടായി എന്നതിന് കൃത്യമായ വിശദീകരണം ആദ്യം കേരളത്തിലെ ഇടത് വലത് എംപിമാർ നൽകേണ്ടതുണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷം നൽകേണ്ടതുണ്ട്. കാരണം ഇത്ര വലിയ ദുരന്തമുണ്ടായിട്ടും അതിൻ്റെ പുനരധിവാസം എങ്ങനെ നടത്തും, അല്ലെങ്കിൽ എവിടുന്ന് തുടങ്ങും, എങ്ങനെയൊക്കെയാണ് ഈ പുനരധിവാസ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നത് സംബന്ധിച്ചുള്ള വിശദീകരണം കേന്ദ്രത്തിന് നൽകണം. എങ്കിൽ മാത്രമേ വലിയൊരു തുക കേന്ദ്രത്തിന് കൈമാറാൻ പറ്റുകയുള്ളൂ. അതൊന്നും ചെയ്യാതിരുന്നിട്ട് ഏറ്റവും ഒടുവിൽ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം ഇത്തരത്തിൽ വയനാട് ദുരന്തത്തിനായി ഒന്നും നൽകിയില്ല എന്ന ആരോപണം ഇന്ത്യ മുന്നണി ഡൽഹിയിൽ വന്ന് ആരോപിക്കുന്നു. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. പ്രത്യേകിച്ച് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക വാദ്രയെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് കേരളത്തിലെ ഇടത് സർക്കാർ ഈ ഒരു വയനാട് ദുരിതാശ്വാസത്തിൻ്റെ കണക്കുകൾ കേന്ദ്രത്തിന് നൽകാൻ ഇത്രത്തോളം വൈകിയത് എന്ന വിമർശനമാണ് BJP ഉന്നയിക്കുന്നത്. ഏതായാലും ഇന്നും കേരളത്തിൽ നിന്നുള്ള ഇന്ത്യ മുന്നണിയുടെ എംപിമാർ, ഇടതിൻ്റെയും വലതിൻ്റെയും എംപിമാർ ഈ കേന്ദ്ര ഫണ്ട് കൃത്യമായി ലഭിക്കുന്നില്ല എന്നൊരു ആരോപണം ഉയർത്തിക്കൊണ്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകുമെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വീണ, പാർലമെന്റിന്റെ രണ്ടാം ദിനത്തിൽ പ്രതിപക്ഷം പതിവ് പോലെ പ്രക്ഷുബ്ധമാക്കാൻ തന്നെയാണ് നീക്കം. അതുമാത്രമല്ല, നമുക്കറിയാം പല സുപ്രധാന ബില്ലുകളും അവരുമായുള്ള ചർച്ചയൊക്കെ അപൂർണമാക്കുന്ന ഒരു ശ്രമം തന്നെയാണ് എപ്പോഴും പ്രതിപക്ഷം വച്ചു പുലർത്തി പോന്നിട്ടുള്ളത്. ഗൗതം അനന്തനാരായണനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മൾ